friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ കർത്തവ്യ എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. രാത്രി 12 മണിയാവുമ്പോൾ ഹീറോയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഹീറോയുടെ പേര് പവൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ഈ സെലിബ്രേഷനൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഹീറോയുടെ കൂടെ പ്രായമുള്ളൊരു ചേട്ടനും ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അശോക് എന്നാണ്. ആ അശോകിനോട് സ്വന്തം ചേട്ടനെ പോലെയാണ് പവൻ സംസാരിക്കുന്നത്. സാർ, കണ്ടാൽ 40 വയസ്സ് പോലെ തോന്നില്ലല്ലോ, നല്ല യങ് ആയിരിക്കുന്നു സാർ, ഞങ്ങൾക്കും കുറച്ച് ടിപ്സ് താ എന്നൊക്കെ പറഞ്ഞ് ഇവർ ജോളിയായി സംസാരിക്കുന്നു. അതുപോലെ നമ്മുടെ ഹീറോയുടെ ജന്മദിനമായതുകൊണ്ട് അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്തോ ഷൂ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതൊരു വൈറ്റ് കളർ ഷൂ ആണ്. നമ്മുടെ ഹീറോയ്ക്ക് വെള്ള കളർ ഷൂ എന്നാൽ വളരെ ഇഷ്ടമാണ്. ആ സമയത്ത് വൈഫിന്റെ കോൾ വരുന്നു. എപ്പോഴാണ് വരിക? ഇന്ന് കുറച്ച് വേഗം വരണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇറങ്ങി വേഗം എത്തും എന്ന് ഹീറോയും മറുപടി പറയുന്നു. നിങ്ങളുടെ അനിയൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് വരണം എന്ന് വൈഫ് വീണ്ടും ഓർമ്മിപ്പിച്ചു. ശരി ശരി വരാമെന്ന് ഹീറോയും സമ്മതിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരു ഡ്യൂട്ടി വരുന്നു. അതായത് ഒരു ലേഡി ജേർണലിസ്റ്റ് ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവരെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നത് വരെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. ശരി, അവരെ പിക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഹീറോ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ആ ലേഡി ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഹോട്ടൽ വരെ വന്നാൽ മതി എന്ന് അവർ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല മാഡം, നമുക്ക് പോവാന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരുടെ കാർ മുന്നിലും ഇദ്ദേഹത്തിന്റെ വണ്ടി പിന്നിലുമായിട്ടാണ് പോകുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോവാന്ന് കരുതിയാണ് ഹീറോ പിന്നാലെ പോകുന്നത്. കാർ ഓടിക്കുന്ന ഹീറോയുടെ ഫ്രണ്ടായ ആ അശോക് ചേട്ടനാണ്. ആ അശോക് ചേട്ടനോട് ജനറലായി സംസാരിച്ചുകൊണ്ടാണ് കാറിൽ വരുന്നത്. ഇപ്പോൾ മുന്നിൽ പോകുന്ന ആ ലേഡിയുടെ കാറിനെ ബൈക്കിൽ വരുന്ന 2 പേർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവര് കാറിനെ ക്രോസ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ, വണ്ടി കുറച്ച് സ്പീഡിലെടുക്ക് എന്ന് അദ്ദേഹം അശോകിനോട് പറയുന്നു. ആ പിള്ളേരെ മറികടന്ന് പോകാൻ അശോക് ചേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ പിള്ളേർ ആ ജേർണലിസ്റ്റ് ലേഡിയുടെ കാറിനടുത്ത് വന്ന് സഡനായി ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആ ലേഡിയെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നവരാണവർ. അവരെ ഇഷ്ടത്തിന് ഷൂട്ട് ചെയ്യുകയാണ്. ഇത് കണ്ട് ഹീറോയും അശോകും ചേർന്ന് ആ പിള്ളേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അശോക് ചേട്ടന്റെ ദേഹത്ത് ഒരു ബുള്ളറ്റ് കൊള്ളുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റ് താഴെ വീഴുകയാണ്. ഇപ്പൊ ഹീറോ ആ 2 പിള്ളേരെയും പിടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ പിള്ളേർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവർ എസ്കേപ്പ് ആയല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞ് ആ ലേഡിയെ നോക്കുമ്പോൾ അവർ മരിച്ചു കിടക്കുകയാണ്. അന്യായമായി ഇങ്ങനെ കൊന്നിട്ട് പോയല്ലോ എന്നോർത്ത് ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. മരിച്ചുപോയ ലേഡി ജേർണലിസ്റ്റ് ഇതിൽ കുറച്ച് വലിയ ആളാണ്. ഇപ്പോൾ മീഡിയക്കാർ മൊത്തമായി ഈ സ്ഥലത്തേക്ക് എത്തുന്നു. വലിയ ലെവലിൽ ന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സീനിയറായ കേശവന്റെ കോൾ വരുന്നു. ഉടനെ തന്നെ വന്ന് കാണാൻ അദ്ദേഹം പറയുന്നുണ്ട്. ഹീറോയും അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. കേശവാണെങ്കിൽ കണ്ണിൽ ചോരയില്ലാതെ ഇദ്ദേഹത്തെ വഴക്ക് പറയുന്നു. നിനക്കൊരു പ്രൊട്ടക്ഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ അറിയില്ലേ? ഇപ്പോൾ അന്യായമായി ആ ലേഡി മരിച്ചുപോയി. എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്യണം. നീ കുറച്ച് നാളത്തേക്ക് സസ്പെൻഷനിൽ നിൽക്ക്, ഞാൻ വേറെ ആളെ വെച്ച് നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറയുന്നു. സാർ, അങ്ങനെ മാത്രം പറയില്ല സാർ, തീർച്ചയായിട്ടും ഇതിനു പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം സാർ. എനിക്ക് ഒരാഴ്ച മാത്രം ടൈം തരൂ, എത്രയും പെട്ടെന്ന് ഞാൻ ഈ കേസ് സോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സസ്പെൻഷൻ വേണ്ട എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ കേശവ്, നിനക്ക് ഒരാഴ്ചത്തെ ടൈം ഉണ്ട്, അതിനുള്ളിൽ നീ ഈ കേസ് സോൾവ് ചെയ്യണം. ശരി, നീ പൊക്കോ എന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോയും ഇറങ്ങി തന്റെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോയുടെ അച്ഛന്റെ പേര് ഹരി എന്നാണ്. ജാതിയും മറ്റും ഭയങ്കരമായി നോക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ചെറിയ അനിയൻ വേറൊരാളുടെ ബന്ധുവായ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടി എന്ന് പറഞ്ഞ് ആ ബന്ധു അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിന്റെ അനിയൻ എന്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുപോകും, അതിനൊന്നും യാതൊരു സാധ്യതയില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വരുന്നത്. എന്റെ അനിയൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത് എന്ന് ഹീറോയും പറയുന്നു. എനിക്ക് ഇൻഫർമേഷൻ അങ്ങനെയാണ് കിട്ടിയത്. എന്റെ അനിയത്തി അവൻ കൊണ്ടുപോയി എന്ന് ഉറപ്പായാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അയാൾ വാർണിംഗ് കൊടുക്കുന്നു. ഇവർ 2 പേരും വിശ്വസിക്കുന്നത് പയ്യൻ എങ്ങനെ ചെയ്യില്ല എന്നാണ്. ആദ്യം നീ ഇവിടുന്ന് പോ എന്നവർ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ അയാളും തന്റെ ആളുകളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഹീറോയുടെ വൈഫിന്റെ പേര് വർഷ എന്നാണ്. വർഷയുടെ നിർമ്മല എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. രാത്രി പുറത്തു പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് വൈഫും പറയുന്നു. ജോലിയിലെ ടെൻഷന് പുറമെ ഇപ്പോൾ വീട്ടിൽ അനിയനെ കാണാനില്ല എന്ന ടെൻഷൻ കൂടിയാണല്ലോ എന്ന് അദ്ദേഹം വിഷമിക്കുന്നു. അപ്പോഴാണ് ഹീറോയുടെ മകൻ വരുന്നത്. അച്ഛന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റും വാങ്ങിയാണ് അവൻ വന്നിരിക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ അതും ഒരു വൈറ്റ് കളർ ഷൂ ആണ്. എന്താ എല്ലാവരും എനിക്ക് ഷൂ തന്നെ തരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അല്ലെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും വൈറ്റ് ഷൂ ഇടണം എന്നല്ല ആഗ്രഹം, അതുകൊണ്ടാ എന്ന് വൈഫ് പറയുന്നു. വൈഫ് തന്നെയാണ് മകനെ കൊണ്ട് ആ ഗിഫ്റ്റ് വാങ്ങിപ്പിച്ചത്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ വൈഫിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് ഹാപ്പി ബർത്ത്ഡേ അല്ല, വെറും ബർത്ത്ഡേ മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. നിർമ്മലിന്റെ കാര്യത്തിൽ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കുറിച്ച് അറിഞ്ഞ ഹീറോ ആ പയ്യനെ കാണാൻ പോകുന്നു. അനിയനെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയെ കൂട്ടി ഒളിച്ചോടിയിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിർമ്മലിന്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാൻ വന്നത്. എന്താ പോലീസ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് ആ പയ്യന്റെ അച്ഛൻ പേടിക്കുകയാണ്. അല്ലല്ല, ഫ്രണ്ടിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് പയ്യൻ സംസാരിക്കാൻ വരുന്നു. അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് എൻ്റെ അനിയനും ആ പെൺകുട്ടിയും തമ്മിൽ ലവ് ആയിരുന്നു എന്നാണ്.
അല്ലല്ല, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്ന് അവൻ പറയുന്നു. നല്ല കാര്യം, ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹത്തിന് സമാധാനമാവുന്നു. എന്നാൽ അവൻ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത് കുറച്ച് മടിച്ചിട്ടാണ്. സത്യത്തിൽ അവർ പ്രണയത്തിലായിരുന്നു. ചേട്ടനോട് പറയാൻ അവന് പേടിയാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടല്ലേ ഇടപഴകിയത്, രണ്ടുപേരും ഒളിച്ചോടാൻ സാധ്യതയില്ല, അനിയൻ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ നാട്ടിൽ തന്നെ ആനന്ദ് ശ്രീ എന്ന പേരുള്ള വലിയൊരു പുള്ളിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് സന്യാസിയായിരുന്നു. ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നത്. രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് ഹാൻഡിന്റെ പേര് ഗുരു എന്നാണ്. സംസാരിക്കുന്നതിനിടയിൽ തന്നെ റൈറ്റ് ഹാൻഡിനെ നോക്കി ഒരു സിഗ്നൽ കൊടുക്കുന്നു. ശരി, ഓക്കെ എന്ന ഭാഗത്തിൽ റൈറ്റ് ഹാൻഡായ ഗുരു അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ആ റൈറ്റ് ഹാൻഡ് തന്റെ ആളുകളെയും കൂട്ടി ഒരു പയ്യനെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ പയ്യന്റെ പേര് അർപ്പാൽ എന്നാണ്. ആ അർപ്പാലിനെ കാണാൻ വന്ന അയാൾ, നീ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. അതായത് കൊലപാതകം ചെയ്തത് ഈ അർപ്പലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ പൊളിറ്റീഷ്യന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. നിനക്ക് അദ്ദേഹം ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗുരു പറയുന്നു. ഞാനും ആനന്ദ് സാറിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് അവനും പറയുന്നു. എവിടെ, കാണിക്ക് എന്ന് ഗുരു ചോദിക്കുമ്പോൾ അവൻ അകത്തുള്ള തന്റെ ബാഗ് എടുക്കാൻ പോകുന്നു. ബാഗിനുള്ളിൽ ഗൺ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗൺ വെച്ച് അവൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഗുരുവും ആളുകളുമായി പോയി ഒളിക്കുകയാണ്. ആ ഗ്യാപ്പിൽ ഈ പയ്യൻ കോമ്പൗണ്ട് വാൾ ചാടിക്കടന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. എടാ പിടിക്കടാ എന്ന് പറഞ്ഞ് ഗുരു പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് ആ ചെറിയ പയ്യനെ പിടിക്കാൻ പിന്നാലെ ഓടുകയാണ്. എന്നാൽ ആ പയ്യൻ അവരെ വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കൂടെ ജോലി ചെയ്യുന്ന അശോകിന് പരിക്ക് പറ്റിയിരുന്നല്ലോ, അദ്ദേഹത്തെ കാണാൻ ഹീറോ വന്നിരിക്കുകയാണ്. സർ, നിങ്ങൾക്ക് മിണ്ടാതെ ആ സസ്പെൻഷൻ വാങ്ങാറുന്നില്ലേ? എന്തിനാണ് ആവശ്യമില്ലാതെ സസ്പെൻഷൻ വേണ്ടെന്ന് പറഞ്ഞ് ഈ കേസ് കണ്ടുപിടിക്കാമെന്ന് ഏറ്റത്? ഇതൊരു വലിയ തലവേദന പിടിച്ച കേസായിരിക്കും എന്ന് തോന്നുന്നു എന്നൊക്കെ അദ്ദേഹം പറയാണ്. അതൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ചെറിയൊരു മുറിവല്ലേ പറ്റിയിട്ടുള്ളൂ, പെട്ടെന്ന് ഡ്യൂട്ടിയിൽ വന്ന് ജോയിൻ ചെയ്യേ, എനിക്കൊരു സപ്പോർട്ട് വേണം എന്ന് ഹീറോ പറയുന്നു. ശരി സാർ, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം എന്ന് അശോകും സമ്മതിക്കുന്നു. ഹീറോയുടെ അച്ഛൻ ജാതി വളരെ കൂടുതൽ നോക്കുന്ന ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിന്റെ ഒരു ജാതി സംഘടനയുണ്ട്. അതിന്റെ തലവന്മാരുമായി സംസാരിക്കാനാണ് അച്ഛൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ആ ജാതി സംഘടനയുള്ളവർ പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഇനി അതൊരു പക്ഷെ സത്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ മകൻ ഒരിക്കലും ആ ജാതിയിലുള്ള പെൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അവിടെയുള്ള ഒരാൾ പറയുന്നത്, ഈ കാലത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ വിരലിൽ വന്നാൽ വിരൽ തന്നെ മുറിച്ചു മാറ്റില്ലേ, അതുപോലെ തന്നെ ഈ വിഷയത്തെ നമ്മൾ മുറിച്ചു മാറ്റണം എന്നാണ്. അതായത് അവനെ കൊല്ലണം എന്ന് നിങ്ങൾക്ക് സമ്മതമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ മകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവന്റെ മരണം എന്ന് അച്ഛനും ദേഷ്യത്തോടെ പറയുന്നു. ഇപ്പോൾ ഹീറോ പതുപോലെ തന്റെ ഡ്യൂട്ടി നോക്കാൻ വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ 2 മീഡിയക്കാർ വരുന്നു. ആ ജേർണലിസ്റ്റ് ലേഡി കൊല്ലപ്പെടാൻ എന്തായിരിക്കും കാരണം എന്നതിനെ കുറിച്ച് ആ മീഡിയക്കാർ വിശദീകരിക്കുന്നു. ആ ലേഡി ആനന്ദിനെതിരെ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആനന്ദ് ആകട്ടെ ഒരു ആശ്രമം പോലെയാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അവിടെയുള്ള ചെറിയ കുട്ടികളോട് അദ്ദേഹം കുറച്ച് മോശമായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്റെ കാര്യങ്ങൾ സാധിക്കാൻ ആ ചെറിയ പിള്ളേരെ യൂസ് ചെയ്യുന്നുമുണ്ട്. ഉദാഹരണത്തിന് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരെയാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇതിനൊക്കെ എവിഡൻസ് ആയി എന്തെങ്കിലും വേണ്ടേ എന്ന് ഹീറോ ചോദിക്കുന്നു. ആക്ച്വലി യൂസ് ചെയ്യുന്ന പിള്ളേരെ ജോലി കഴിഞ്ഞാൽ അദ്ദേഹം കൊന്നു കളയാറാണ് പതിവ്. ആശ്രമത്തിൽ നിന്ന് ഒരുപാട് പിള്ളേരെ കാണാതായിട്ടുണ്ട്. വേണമെങ്കിൽ ആ ആംഗിളിൽ അന്വേഷിച്ചു നോക്ക് എന്ന് ഇവർ രണ്ടുപേരും പറയുന്നു. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അർപ്പാൽ എന്ന പേരിലുള്ള ഒരു പയ്യൻ രക്ഷപ്പെടുന്നതായി കാണിച്ചല്ലോ. അവൻ വണ്ടി പിടിച്ച് ഒരു ധാബയിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ആ ധാബയിൽ ഒരു അച്ഛനും അമ്മയും കൂടി സ്വന്തം കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന അവൻ കാണുന്നു. അവനും തന്റെ പാരന്റ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഭയങ്കരമായി ഫീൽ ചെയ്ത് കരയാണ്. സത്യത്തിൽ ആ ജേർണലിസ്റ്റ് ലേഡിയെ ഷൂട്ട് ചെയ്തത് ഇവൻ തന്നെയാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നത് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവുന്നില്ല. അവൻ ആർക്കോ ഫോൺ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ ആ വ്യക്തി ഫോൺ എടുക്കുന്നില്ല. അയാൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ ഫീൽ ചെയ്ത് കരയാണ്. ഹീറോ ഒരു വശത്ത് അനിയൻ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അനിയൻ എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് വൈഫ് പറയുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ നീ എന്നിൽ നിന്നും മറച്ചു വെച്ചോ എന്ന് ചോദിച്ച് അവൻ എവിടെയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സത്യത്തിൽ അനിയൻ ആ പെൺകുട്ടിയെ ശരിക്കും പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഈ ഏട്ടത്തി പറഞ്ഞിട്ടാണ് അവൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത്. ശരി, സ്ഥലം പറ, നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് ഹീറോ പറയുന്നു. കാരണം അച്ഛനെ പോലെ ഇദ്ദേഹം അത്രത്തോളം ജാതിയൊന്നും നോക്കുന്ന ആളല്ല. അങ്ങനെ അനിയനെ കണ്ട് സംസാരിക്കാൻ ഇവർ രണ്ടുപേരും കൂടി ആ സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ വന്ന ഹീറോ അനിയന്റെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുന്നത്. അച്ഛനൊരിക്കലും ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഏതറ്റം വരെ പോകാനും അച്ഛൻ മടിക്കില്ല. ഈ കുട്ടിക്കും എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അച്ഛന്റെ മനസ്സ് മാറിയാലും ആ ജാതി സംഘടനയിലുള്ളവർ മാറാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും നടക്കാത്ത പോലെ തിരികെ വരുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. അല്ല ചേട്ടാ, അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് അനിയൻ പറയുന്നു. ശരി, അനിയന് സപ്പോർട്ടായി നമ്മൾ തന്നെ നിൽക്കണം എന്ന് ഹീറോ തീരുമാനിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നാൾ സേഫ് ആയിട്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർക്കാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒന്നിപ്പിക്കാം എന്ന് അദ്ദേഹം വാക്കു കൊടുക്കുന്നു. ഇപ്പോൾ വർഷ പേടിക്കാതെ ധൈര്യമായിരിക്കാൻ പറഞ്ഞ് ആ പെൺകുട്ടിക്ക് ചെലവിനുള്ള കാശൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു.
ആക്ച്വലി അദ്ദേഹം അശോകിനെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അശോകനോട് അനിയനെ കണ്ടുപിടിച്ചെന്നും അവൻ ഈ സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൂടാതെ അശോക് ഒരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അതായത് ഒരു ബൈക്കിൽ 2 പേര് വന്ന് ഷൂട്ട് ചെയ്തില്ലേ, ആ ബൈക്കിന്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് സാർ എന്ന് പറയുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ബൈക്കിന്റെ നമ്പർ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇവർ ചിന്തിക്കുകയാണ്. ആ നമ്പർ വഴി ഒരാളെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അയാൾ പറയുന്നത് എന്റെ ബൈക്ക് മിസ്സായി, ഒരാഴ്ച മുന്നേ തന്നെ കാണാതായി, ഞാൻ കംപ്ലൈന്റ് വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അതിങ്ങനെയാണല്ലോ എന്നിവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ചിന്തിക്കുന്നത് വെറുതെ ഇരിക്കാതെ ആ ആനന്ദിനെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കിയാലോ എന്നാണ്. സർ, അയാൾ വലിയ ആളാണ്, അയാളെ ഒന്നും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്ന് അശോക് പറയുന്നു. എന്നാൽ അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നില്ല. ആനന്ദിനെ കണ്ട് സംസാരിക്കണമെന്ന് കരുതി അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് വരികയാണ്. വലിയ ആളാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കാണാനാണ് വന്നിരിക്കുന്നത്. ആശ്രമത്തിൽ നിന്ന് തുടർച്ചയായി കുട്ടികളെ കാണാതാവുന്നുണ്ടല്ലോ, നിങ്ങൾ അവരെ മിസ്യൂസ് ചെയ്യുകയാണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ആനന്ദ് ഭയങ്കരമായി ട്രിഗർ ആവുന്നു. നീയൊക്കെ വലിയ ആളായി എന്നോട് ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുകയാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ബോസ് കേശവനോട് ഞാൻ സംസാരിച്ചോളാം, ആദ്യം ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. നീ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ എവിഡൻസ് ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ടേക്ക് വാ, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് അയാൾ വഴക്ക് പറഞ്ഞു വിടുന്നു. നേരത്തെ ഹീറോയുടെ അച്ഛനോട് സംസാരിക്കാൻ ഒരുത്തം വന്നിരുന്നില്ലേ, അപ്പോൾ അവന് ചെറിയൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ 100% കൺഫേം ചെയ്യാണ്. ഉറപ്പായും എൻ്റെ ബന്ധുവായ പെൺകുട്ടിയും നിങ്ങളുടെ മകനും കൂടി ഒളിച്ചോടിയതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാതി സംഘടനയിലുള്ള ആൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കഥ ഞാൻ തീർക്കും എന്ന് അച്ഛൻ പറയുന്നു. ഇവർ രണ്ടുപേരും കൂടി ആനന്ദ് ശ്രീയുടെ വീട്ടിൽ പോയിരിക്കുന്നത് കേശവ് അറിയാനിടയാവുന്നു. അദ്ദേഹം ഇവർ രണ്ടുപേരെയും ഭയങ്കരമായ വഴക്ക് പറയാണ്. ഇവനറിയില്ലെങ്കിൽ നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന അശോകിനെ അദ്ദേഹം ചീത്ത വിളിക്കുന്നു. ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഫോട്ടോ കാണിക്കാം, അവനെ മാത്രം പൊക്കിയാൽ മതി എന്ന് കേശവ് പറയുന്നു. ആരാണിത് ചെയ്തതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ കേശവ് ആ അർപ്പാൽ എന്ന് പറയുന്ന പയ്യന്റെ ഫോട്ടോ കാണിക്കുന്നു. ഇവനാണ് കൊല ചെയ്തത് എന്ന് പറയുന്നു. ചെറിയ പയ്യനെ പോലെ ഉണ്ടല്ലോ, ഇവൻ എങ്ങനെ ഇത് ചെയ്യും എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഇപ്പോഴൊക്കെ ചെറിയ പിള്ളേർ കൊലപാതകം ചെയ്യുന്നില്ലേ, അതുപോലെയാണ് ഇവനും ചെയ്തിരിക്കുന്നത്. എവിടെയായാലും ശരി, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കേസ് അവസാനിപ്പിക്കേ എന്ന് കേശവ് പറയുന്നു. ആനന്ദിന്റെ ആളുകളും ഈ ചെറിയ പയ്യനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും എസ്കേപ്പ് ആകുക എന്നത് മാത്രമാണ് ഏക വഴിയെന്ന് ഈ ചെറിയ പയ്യൻ ചിന്തിക്കുകയാണ്. അവൻ ജോലി ചെയ്ത് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. ബസ് പിടിച്ചു പോകാമെന്ന് കരുതി അവനൊരു ബസ്സിൽ കയറിയിരിക്കുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. എൻ്റെ അനിയൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് ഹീറോ അശോകനോട് സങ്കടം പറയുന്നു. അച്ഛനൊക്കെ ആ കാലത്തെ ആളല്ലേ സാർ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, സാരമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അശോക് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ഹീറോയുടെ അനിയന്റെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അവൻ ശരിക്കും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടു കളഞ്ഞൂടെ എന്നൊക്കെ ഹീറോ സംസാരിച്ച് നോക്കുന്നുണ്ട്. അല്ലല്ല, അങ്ങനെയൊന്നും വിട്ടു കളയാൻ പാടില്ല എന്ന് ഹീറോയുടെ അച്ഛൻ പറയാണ്. അതായത് ക്യാൻസർ വന്നാൽ വിരൽ മുറിച്ചു മാറ്റുന്ന പോലെ ഇതും തുടക്കത്തിൽ തന്നെ മുറിച്ചു മാറ്റണം എന്ന് അദ്ദേഹം പറയാണ്. അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട് ഹീറോ ഞെട്ടിപ്പോവാണ്. അച്ഛൻ ജാതി സംഘടനയുടെ അടുത്ത് പോയപ്പോൾ ഹീറോയുടെ മകനെയും കൂട്ടിക്കൊണ്ടുപോയിരുന്നു എന്ന ആൾക്ക് മനസ്സിലാവുന്നു. എൻ്റെ മകനെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? നിങ്ങൾക്ക് ഇങ്ങനെ ജാതി ഭ്രാന്തുണ്ടെന്ന് കരുതി എൻ്റെ മകനും അങ്ങനെ ആവണോ എന്ന് ചോദിച്ച ഹീറോ അച്ഛൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നു. എൻ്റെ അനിയനെ കൊല്ലണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അദ്ദേഹം അച്ഛന് വാർണിംഗ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംസാരിച്ച ഹീറോ ആകെ അപ്സെറ്റായി സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ വൈഫ് വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ഹീറോ അശോകിനെയും കൂട്ടി അർപ്പാലിന്റെ അച്ഛനെ കാണാൻ വരികയാണ്. അർപ്പാലിനെ കുറിച്ച് അന്വേഷിക്കാൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു. ഇദ്ദേഹത്തിന് കുറേ വർഷങ്ങളായി കുട്ടികളുണ്ടായിരുന്നില്ല. ആനന്ദിന്റെ അടുത്ത് പോയി ഇദ്ദേഹം ചോദിച്ചിരുന്നു. ആനന്ദിനോട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയെ കിട്ടി. അതുകൊണ്ട് ആ കുട്ടിയെ ആനന്ദിന്റെ ആശ്രമത്തിൽ തന്നെ ഇദ്ദേഹം വിട്ടു. നിന്റെ മകൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസുകാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ആനന്ദ് പറഞ്ഞിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത് എന്നാണ്. നീ ആനന്ദിനെതിരെ ഒരു കംപ്ലൈന്റ് മാത്രം കൊടുക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോ പറയുന്നു. എന്ത്, ആനന്ദിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാമെന്നോ? എന്നെ കൊണ്ടൊന്നും അതിന് കഴിയില്ല എന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ നിനക്ക് നിന്റെ മകനേക്കാൾ വലുത് ആനന്ദാണോ? ശരി, വിട്ടേക്ക്, എനിക്ക് വേറെ കേസുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ അച്ഛൻ വഴങ്ങി വരും എന്ന് കരുതിയിട്ടാണ് ഹീറോ അങ്ങനെ അഭിനയിക്കുന്നത്. അദ്ദേഹം പോവുകയാണെന്ന് പറഞ്ഞതും ആ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കേസ് തരാമെന്ന്, എൻ്റെ മകനെ മാത്രം നിങ്ങൾ രക്ഷിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അശോക് പറയുന്നുണ്ട്, സാർ ഇതൊരു ആവശ്യമില്ലാത്ത പ്രശ്നമാണ് സാർ, ആ ആനന്ദിനെ എതിർത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാർ, വിട്ടുകള. അല്ലല്ല, തീർച്ചയായിട്ടും ആ ആനന്ദിനെ എതിർത്ത് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ പോയാലും കുഴപ്പമില്ല എന്ന് ഹീറോ പറയാണ്. ഞാൻ പൊക്കോളാം സാർ എന്ന് പറഞ്ഞ് അശോക് അവിടെ നിന്നും പോകുന്നു. ഹീറോ മാത്രം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ എല്ലായിടത്തും സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുപോലെ ആ പയ്യൻ വരുന്ന ബസ്സിലും പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പയ്യൻ അവിടെ ഉള്ളതായി അവർ കണ്ടെത്തുന്നു. പയ്യൻ ഓടാൻ നോക്കുമ്പോൾ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഈ സമയം ഹീറോ വീട്ടിൽ ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ പോലീസുകാർ ഹീറോയ്ക്ക് ഈ വിവരം കൊടുക്കുന്നു. ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് ഹീറോയും പുറപ്പെട്ട് ആ സ്പോട്ടിലേക്ക് വരുന്നു. ജീപ്പിൽ തന്നെ അവനെ ഇരുത്തിയിട്ടുണ്ടെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അദ്ദേഹം ആ പയ്യനോട് സംസാരിക്കാനായി വരികയാണ്.
എന്തിനാടാ ആ ലേഡിയെ ഷൂട്ട് ചെയ്തത്, നിനക്ക് ബുദ്ധിയില്ലേ എന്ന് അദ്ദേഹം അവനെ വഴക്ക് പറയുന്നു. ഞാൻ തെറ്റ് ചെയ്തതാണ് സാർ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ പാരൻസിനെ കണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നെ നല്ലതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ആനന്ദാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അതുപോലെ ആനന്ദ് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ ആ ചെറിയ പയ്യൻ പറയുന്നുണ്ട്. അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇവനെ വെച്ച് ആനന്ദിനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ കേശവന്റെ കോൾ വരുന്നുണ്ട്. അവനെ എനിക്ക് കൈമാറണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിളിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് അവനെ കേശവന് കൈമാറാൻ താല്പര്യമില്ല. നമ്മൾ തന്നെ ഇവനെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഈ പയ്യനിൽ നിന്നും അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് വാങ്ങുന്നുണ്ട്. ഇതൊരു ആവശ്യമില്ലാത്ത പണിയാണെന്ന് അശോകും പറയുന്നുണ്ട്. എന്നാൽ ഹീറോ കേൾക്കുന്നില്ല. ഇപ്പോൾ കോടതിയിൽ വന്ന് ആ പയ്യനെ ഹാജരാക്കണം എന്ന് കരുതി ഹീറോ അവനെ കൂട്ടിക്കൊണ്ടുവരാണ്. ഈ പയ്യനെ കുറച്ചു നേരം നോക്കിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹീറോ കോടതിയിലുള്ളിലേക്ക് പോകുന്നു. അതിനുള്ള പ്രൊസീജിയറുകളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പയ്യനെ വിളിക്കേണ്ട സമയം വരുമ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് വരുന്നു. എന്നാൽ അപ്പോഴേക്കും ആ സ്ഥലത്തേക്ക് വേറൊരു കാർ വരുന്നു. കേശവന്റെ കാറാണത്. ആ പയ്യനെ അവിടെ നിന്നും അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്തിനാ അവനെ വിട്ടത് എന്ന് അശോകനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് സാർ എന്ന് അശോക് മറുപടി പറയുന്നു. ഇപ്പോൾ ഹീറോയും തന്റെ വണ്ടി എടുത്ത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. കേശവനെ അദ്ദേഹം ഫോൺ ചെയ്യുന്നുണ്ട്. നീ ആ പയ്യനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയാലും പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം ഞാൻ അവനിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നിനക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത് എന്ന് ഹീറോ കേശവനെ ഭീഷണിപ്പെടുത്തുന്നു. കേശവാട്ടെ കാറ് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പ്രശ്നം? ഞാൻ നിന്റെ സീനിയറാണ്. ഞാനൊന്ന് പറഞ്ഞാൽ അതുമാത്രം നീ ചെയ്താൽ മതി. അല്ലല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞാൻ നീതിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കും എന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. നീതിയുടെ ഭാഗത്ത് നിന്നാൽ നീ ചാകുകയുള്ളൂ എന്ന് കേശവും വാണിയും കൊടുക്കുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോ ആ പയ്യനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. കേശവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അശോക് പറയുന്നുണ്ട്, സർ, കേശവനെ താണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആവശ്യമില്ലാതെ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഈ പയ്യനെയും കൂടെ കൊല്ലിക്കരുത്. അതിലും ഭേദം കേശവ് സാറുമായി ഒരു ഡീൽ സംസാരിക്കുന്നതാണ്. അദ്ദേഹം ചിലപ്പോൾ വഴങ്ങാൻ സാധ്യതയുണ്ട്. അത് ചിന്തിച്ചു നോക്കുമ്പോൾ നല്ല ഐഡിയ ആണെന്ന് ഹീറോയ്ക്കും തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ഹീറോ കേശവനെ കണ്ട് സംസാരിക്കാൻ വരികയാണ്. ആനന്ദാണ് ഈ പയ്യനെ വെച്ച് തെറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് എനിക്കറിയാം. ആനന്ദിന് പ്രശ്നം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പയ്യന് ഒരു പ്രശ്നവും വരരുത്. ഇവനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അയച്ചു വിടണം. ഈ പയ്യൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായ ജീവിതം ജീവിക്കട്ടെ, അതിനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. ശരിയെന്ന് പറഞ്ഞ കേശവും അതിന് സമ്മതിക്കുകയാണ്. ഇവൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഇവനെ വിടാമെന്ന് അദ്ദേഹം പറയുന്നു. ആ പയ്യൻ ഈ കാശും കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ഹീറോ തന്റെ കയ്യിലുള്ള കാശും എടുത്തു കൊടുക്കുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും സമ്മതിക്കുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി ആ പയ്യനെ അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് വിടാമെന്ന് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഹീറോയ്ക്ക് വേറൊരു ജോലിയുണ്ട്. നിങ്ങൾ മാത്രം പോവാണോ എന്ന് അശോകനോട് ചോദിക്കുമ്പോൾ, സാർ, ഞാൻ നോക്കിക്കോളാം സാർ, സാറ് പോയി ജോലി നോക്ക് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഹീറോ ആ പയ്യനോട്, ഇനി ഈ നാടിന്റെ ഭാഗത്തേക്ക് നീ തിരികെ വരരുത്, നിന്റെ നമ്പർ മാത്രം എനിക്ക് താ, ഞാൻ ഇടയ്ക്കിടെ സംസാരിക്കാന്ന് പറഞ്ഞ് നമ്പർ മാത്രം വാങ്ങി വെക്കുന്നു. നല്ലതുപോലെ ജീവിക്ക് എന്ന് പറഞ്ഞ് അവനെ യാത്രയാക്കുന്നു. ഇപ്പോൾ കേശവും ഹീറോയും മീഡിയയെ കണ്ട് സംസാരിക്കുകയാണ്. നടന്ന കൊലപാതകവും ആനന്ദ് സാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ചില മീഡിയക്കാരാണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഒരു പയ്യനാണ് ഈ കാര്യം ചെയ്തത്. ആ പയ്യനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ആ പയ്യനെ ഞങ്ങൾ പിടിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഓക്കെ അല്ലേ, നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ ചെയ്തത്, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കേ എന്ന് കേശവ് പറയുന്നു. ഹീറോയും ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. ഹീറോ അനിയന് വേണ്ടിയും ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈഫിനെയും കൂട്ടി അനിയനെ കാണാനായി അദ്ദേഹം വരികയാണ്. അനിയനോട് അദ്ദേഹം പറയുന്നത്, നിനക്ക് വേണ്ടി ആ ഭാഗത്ത് ഞാനൊരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഒരു 2-3 വർഷത്തേക്ക് ഈ നാടിന്റെ ഭാഗത്തേക്ക് പോലും അബദ്ധത്തിൽ പോലും നിങ്ങൾ വരരുത്. കാരണം എപ്പോൾ വന്നാലും അവർ രണ്ടുപേരെയും കൊന്നുകളയും. കുറച്ചുനാൾ പോട്ടെ, എല്ലാം ശരിയായതിനു ശേഷം ഞങ്ങൾ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകാനുള്ളതാണ്, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരെയും കൊണ്ട് അവിടെ വെച്ച് മോതിരം മാറ്റുകയും ചെയ്യുന്നു. ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ മോതിരമൊക്കെ മാറ്റുന്നു. ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ചേട്ടനും ഏട്ടത്തിയും പോവാണ്. ഹീറോ വന്ന അച്ഛന്റെ ഷർട്ടിൽ കുത്തി പിടിച്ചിരുന്നല്ലോ, അതിന് മാപ്പ് ചോദിക്കാം, അതോടൊപ്പം അച്ഛനോട് സ്നേഹത്തിൽ സംസാരിച്ച് അനിയനോട് ക്ഷമിക്കാൻ പറയാന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ചായ കൊടുക്കുന്നത് പോലെ അച്ഛനോട് സംസാരിക്കാനായി അദ്ദേഹം വരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൂടാതെ നിങ്ങളുടെ സ്വന്തം മകനല്ലേ അച്ഛാ, നിങ്ങളുടെ മകന്റെ സന്തോഷത്തേക്കാൾ വലുതാണോ ഈ ജാതി നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് അച്ഛന്റെ മനസ്സ് മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു. നീ എന്ത് പറഞ്ഞാലും ശരി, അവൻ അങ്ങനെ ചെയ്തല്ലോ, അവനെ കണ്ടാൽ അവന്റെ കഥ ഞാൻ കഴിക്കുക തന്നെ ചെയ്യും എന്ന് അച്ഛൻ പറയാണ്. ഇയാളൊന്നും മാറാൻ പോകുന്നില്ല എന്ന് ഹീറോയും വിചാരിക്കുന്നു. ഇപ്പോൾ ഹീറോയും ടീമും ചേർന്ന് ഒരു ചെക്കിംഗ് പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് അശോക് കാണുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഈ മനുഷ്യൻ മാറാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ വിരക്തിയോടെ സംസാരിക്കുന്നു. സർ, അവരൊക്കെ ആ കാലത്തെ ആളുകളല്ലേ, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, എന്ത് ചെയ്യാനാണ് സർ, ഇപ്പോഴും ഈ ജാതി നോക്കിയിരിക്കുകയാണല്ലോ എന്ന് അശോകും പറയുന്നു. നിങ്ങളുടെ അച്ഛനും ആ പെൺകുട്ടിയുടെ പാരൻസും അവരെ വല വീശി അന്വേഷിക്കുന്നുണ്ടാവും. സേഫായിട്ട് തന്നെയാണല്ലോ അവരെ നിർത്തിയിരിക്കുന്നത് എന്ന് അശോക് ചോദിക്കുകയാണ്. സേഫ് ആയിട്ടാണുള്ളത് ചേട്ടാ എന്ന് പറഞ്ഞ ഹീറോ ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ സാധാരണമായി ആ ചേട്ടനോട് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അർപ്പാലിന്റെ അച്ഛൻ അവിടേക്ക് വരാണ്. എൻ്റെ മകൻ എന്തു പറ്റി സർ, എൻ്റെ മകനെ എനിക്ക് കൈമാറാന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയാണ്.
നോക്കേണ്ട പ്രായത്തിൽ നോക്കാതെ ആ ആനന്ദിന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടിട്ട് ഇപ്പോൾ വളരെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയാണോ എന്ന് ഹീറോ ദേഷ്യപ്പെടുന്നു. അല്ല സർ, എന്തൊക്കെയായാലും അവൻ എൻ്റെ മകനല്ലേ എന്ന് അദ്ദേഹം വളരെ ഇമോഷണലായി സംസാരിക്കുന്നു. ശരി, നിന്റെ മകന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് അതിനുശേഷം നിന്നോട് പറയാം എന്ന് ഹീറോ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ആ അച്ഛൻ പോവാണ്. ഇദ്ദേഹം ആ പയ്യനെ വിളിച്ച് സംസാരിക്കാമെന്ന് നോക്കുമ്പോൾ കോള് പോകുന്നതേയില്ല. എന്താണ് കോള് പോകാത്തത് എന്ന് ചിന്തിച്ച് ഹീറോയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഹീറോ കോൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അശോകിന്റെ മുഖഭാവം മാറുന്നുണ്ടായിരുന്നു. അശോക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഹീറോയുടെ അച്ഛനും ആ പെൺകുട്ടിയുടെ ഫാമിലിയിലുള്ളവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ബന്ധുവായ ഒരാൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ കൊല്ലണം എന്നുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ പയ്യനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ നേരത്തെ തന്നെ 5-6 ജോഡികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊലപാതകവും ഇവൻ തന്നെ ചെയ്തോളും. അവന് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്താൽ അവൻ നമ്മുടെ പേര് പറയാൻ സാധ്യതയുമില്ല. എന്തു പറയുന്നു, ഇവനെ വെച്ച കഥ കഴിച്ചാലോ? ആ സ്ഥലം മാത്രം നമുക്കൊന്ന് കണ്ടുപിടിക്കണം എന്ന് അയാൾ പറയാണ്. അതിന് അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് അവനെ കൊല്ലേണ്ടത്. അപ്പോഴേ അത് കറക്റ്റ് ആവും. എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകനെ കൊല്ലും. അതുപോലെ നിന്റെ ബന്ധുവായ ആ പെൺകുട്ടിയെ ഞാൻ കൊല്ലും. ഞാൻ വെട്ടിയാലെന്താ, നീ വെട്ടിയാലെന്താ, എങ്ങനെയായാലും അവർ രണ്ടുപേരും മരിക്കണം എന്ന് ആ പെൺകുട്ടിയുടെ ബന്ധുവും അവിടെ പറയുന്നു. അവിടെ നിന്നും കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ഹീറോ വീണ്ടും വീണ്ടും ആ പയ്യനെ വിളിച്ചു നോക്കുന്നുണ്ട്. അവന് കോള് പോകുന്നതേയില്ല. ഇതിനെക്കുറിച്ചെല്ലാം ഇദ്ദേഹം അശോകനോട് പറയുന്നു. നിങ്ങൾ വിട്ടുപോരുമ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാർ, ഞാൻ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നോക്കിപ്പോയത്. ആരും ഫോളോ ചെയ്ത പോലെ തോന്നിയില്ല സാർ. സാറിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവോ എന്ന് തോന്നലായിരിക്കും. സാർ എന്തായാലും ആ പയ്യനൊരു മെസ്സേജ് അയച്ചു വിട്. ആ പയ്യൻ കാണുകയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അശോക് പറയുന്നു. ശരിയെന്ന് ഹീറോയും സമ്മതിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് കേശവന്റെ മേൽ ഭയങ്കരമായൊരു ഡൗട്ട് വരുന്നു. ഇപ്പോൾ നേരെ കേശവനെ കാണാൻ വരികയാണ്. ആ പയ്യൻ എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ പയ്യനെ നീ തന്നെയല്ലേ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞത്? എനിക്കെങ്ങനെ ആ സ്ഥലം അറിയാനാണ്? എനിക്കൊന്നും അറിയില്ല. ആ പയ്യൻ എവിടെയെങ്കിലും നല്ലതുപോലെ ജീവിക്കുന്നുണ്ടാവും എന്ന് കേശവ് പറയുന്നു. അല്ല, ആ പയ്യനെ വിളിച്ചാൽ കിട്ടുന്നില്ല. നീ തന്നെയാണ് എന്തോ ചെയ്തത്. നീ ഫോളോ ചെയ്തു പോയി ആ പയ്യനെ കൊന്നിട്ടുണ്ടാവും. സത്യം പറ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കേശവ് പറയാണ്. ആ പയ്യനിൽ നിന്നും വാങ്ങിയ സ്റ്റേറ്റ്മെന്റ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ച് ഹീറോ കേശവനെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ കേശവന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആനന്ദിന്റെ അടുത്ത് വരികയാണ്. അവന്റെ കയ്യിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അവൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് കേശവ് പറയുന്നു. നീയെ കൊന്നിനും കൊള്ളാത്തവനാണ്. ആ സ്റ്റേറ്റ്മെന്റ് വാങ്ങാതെ നീ എന്തെടുക്കായിരുന്നു എന്ന് പറഞ്ഞ് ആനന്ദ് കേശവനെ വഴക്ക് പറയുന്നു. ഒരു പ്രശ്നവുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് ഗുരു പറയുന്നുണ്ട്. ശരി, എത്രയും പെട്ടെന്ന് ഹീറോയിൽ നിന്നും ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയില്ല നീ വാങ്ങണം എന്ന് ആനന്ദ് പറയുന്നു. ഇപ്പോൾ ഹീറോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഗുരു ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നു. ഹീറോയുടെ അച്ഛൻ ആനന്ദിനെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ആനന്ദ് സാറിന് നീ എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കൊടുക്ക് എന്നൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് ഹീറോ ഗുരുവിനോട് പറയുന്നു. തരാനുള്ളതാ, ഞാൻ പൊക്കോളാം എന്ന് ഗുരു പറയുന്നുണ്ട്. അതൊന്നും തരാൻ കഴിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ഹീറോ അവനെ ഭീഷണിപ്പെടുത്തുന്നു. നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഭാര്യയും കുട്ടികളൊക്കെ ഇവിടെയുണ്ട്, അവരുടെ മുന്നിൽ വെച്ച് അടിക്കേണ്ട എന്ന് ഞാൻ നോക്കുകയാണ്. മര്യാദയ്ക്ക് അത് തന്നേക്ക് എന്ന് ഗുരു പറയുന്നു. അപ്പോഴും അദ്ദേഹം തരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഗുരുവും ആളുകളും കൂടി ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. നീ എന്താണ് വിചാരിക്കുന്നത്? നിന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആർപ്പാൽ എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കുന്നുണ്ടാവും എന്നല്ല നീ കരുതുന്നത്. ആ ആർപ്പാലിനെ എൻ്റെ കൈകൊണ്ടാണ് ഞാൻ കൊന്നത്. അതിന് ഹെൽപ്പ് ചെയ്തത് ആരാണെന്ന് അറിയാമോ? നിന്റെ കൂടെയുള്ള ആ അശോക് തന്നെയാണ് എന്ന് പറഞ്ഞ് ഗുരു ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. ആക്ച്വലി അശോക് അവനെ കൊണ്ടുപോയിരുന്നല്ലോ. അങ്ങനെ കൊണ്ടുപോയ അശോക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു. ഇദ്ദേഹം എന്തിനാണ് വണ്ടി നിർത്തുന്നതെന്ന് ചിന്തിച്ച് ആ പയ്യൻ പേടിക്കുന്നുണ്ട്. എതിർവശത്ത് നോക്കുമ്പോൾ അവരെല്ലാവരും ഒരു ഗ്യാങ് ആയി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അശോക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവരെ നേരിടുന്നതിന് പകരം ഇവനെ തീർത്തേക്ക് എന്ന് അദ്ദേഹം സിഗ്നൽ കൊടുക്കുന്നു. ഗുരുവിനെയും ആളുകളെയും കണ്ട് ആ പയ്യൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗുരുവും കൂട്ടാളികളും ചേർന്ന് ആ പയ്യനെ ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്നു. വളരെ ക്രൂരമായി അവർ തന്നെ കൊല്ലപ്പെടുത്തുന്നു. അശോക് ഹെൽപ്പ് ചെയ്തിട്ടാണ് അവനെ കൊന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. അശോക് ഇങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ച് ഹീറോ ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സുമായി എന്നെ വന്ന് കാണണം, ഇല്ലെങ്കിൽ നിന്റെ കഥയും ഞാൻ തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അശോക് പോയി ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് ഹീറോ വളരെ ഫീൽ ചെയ്ത് നിൽക്കുകയാണ്. അവരെ എതിർത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വേണ്ട, നിങ്ങളിതൊരു കോംപ്രമൈസ് ആക്കിക്കോ എന്ന് വൈഫും പറയുന്നുണ്ട്. ഇതുവരെ ഈ ജോലിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തു. ഇനി അതെനിക്ക് കഴിയില്ല. എപ്പോഴും അച്ഛന്മാരാണ് മക്കൾക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എൻ്റെ മകന് അത് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് മാറാൻ പോകുന്നില്ല. എൻ്റെ മകന് എനിക്കിത് മനസ്സിലാക്കി കൊടുത്തേ മതിയാകൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ രാത്രി സമയത്ത് അദ്ദേഹം അശോകനെ മീറ്റ് ചെയ്യാനായി വരാൻ പറയുന്നു. ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. എന്തിനാണ് ആവശ്യമില്ലാതെ ആ കേശവനോടും ആനന്ദിനോടും പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനത് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം ഹീറോ അശോകനോട് പറയുന്നു. അശോക് നേരത്തെ തന്നെ ഗുരുവിനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുവും ആ സ്ഥലത്തേക്ക് വരുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി തോന്നിയല്ലോ, ആ ഡോക്യുമെന്റ് തന്നിട്ട് നീ പോ എന്ന് ഗുരു പറയുന്നു.
ശരിയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ ഡോക്യുമെന്റുകളെല്ലാം എടുത്തു നൽകുന്നു. ഇപ്പോൾ ഗുരുവും ആളുകളും അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഹീറോ തന്റെ ഗണ്ണെടുത്ത് അവരുടെ കഥ കഴിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അശോക് ആകെ ഞെട്ടിപ്പോവാണ്. സർ, ഇതെന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി വെച്ചല്ലോ എന്ന് അശോക് പറയാണ്. ഇപ്പോൾ ദേഷ്യം വന്ന ഹീറോ അശോകിനെയിട്ട് അടിക്കുന്നു. നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ അശോകിനെ വഴക്ക് പറയുന്നു. അശോകിനെ ഷൂട്ട് ചെയ്യാനും ഹീറോ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് സർ, വേണ്ട വേണ്ട എന്ന് അശോക് കരഞ്ഞു പറയാണ്. നിന്നെ പോലുള്ള ആളുകളെയൊന്നും ജീവനോടെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഷൂട്ട് ചെയ്യാൻ വരുന്നു. അപ്പോൾ അശോക് അച്ഛനെ കുറിച്ചൊരു കാര്യം പറയുന്നു. ഇപ്പോഴാണ് മറ്റൊരു വലിയ കാര്യം വെളിപ്പെടുന്നത്. ഹീറോയുടെ അച്ഛൻ ജാതി ഭയങ്കരമായി നോക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് അശോക്. കാരണം ഇദ്ദേഹവും ആ കാലത്തെ ആളാണല്ലോ, ഭയങ്കരമായി ജാതി നോക്കുന്ന ഒരാളാണ്. അനിയനെ ഒളിച്ചിരിക്കുന്ന സ്ഥലം അശോക് അച്ഛൻ ഒറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ആളുകളും മൊത്തമായി ആ സ്ഥലത്തേക്ക് വരുന്നു. നിന്റെ അച്ഛൻ എപ്പോഴോ നിന്റെ അനിയന്റെ കഥ കഴിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് അശോക് പറയാണ്. ഹീറോ ഷൂട്ട് ചെയ്ത് അശോകിനെയും കൊല്ലുന്നു. ഇപ്പോൾ മീഡിയക്കാരെല്ലാവരും വരുമ്പോൾ ഹീറോ വേറൊരു കഥയാണ് പറയുന്നത്. അതായത് ഗുരുവിന്റെ ആളുകളും ഇവരുമായി ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി. അതിനിടയിലാണ് അശോക് മരിച്ചുപോയത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൂടാതെ ആനന്ദ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള എവിഡൻസ് എന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങളും മീഡിയയോട് പറയുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേശവ് ഈ സ്ഥലത്തേക്ക് വന്ന് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ദേഷ്യപ്പെടുന്നു. ഗുരുവിനെ ഞാനാണ് തീർത്തത്, വൈകാതെ നിന്റെ കഥയെ ഞാൻ തീർക്കും എന്ന് കേശവന് വാണിംഗ് കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഭർത്താവ് പാതിരാത്രിക്ക് എഴുന്നേറ്റ് പോയതുകൊണ്ട് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു വൈഫ്. ഇപ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. നേരെ വന്ന അദ്ദേഹം അച്ഛനെ പോയി വിളിച്ചുണർത്തുന്നു. ഈ സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അനിയൻ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അച്ഛാ, വാച്ച നമുക്ക് പോയി അനിയനെ കാണാം എന്ന് അദ്ദേഹം വിളിക്കുന്നു. ഞാൻ പോയി അവനെ കൊന്നതാണല്ലോ, ഇവനെന്താ വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് അച്ഛനും പുറത്തേക്ക് വരുന്നു. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹവും ഹീറോയുടെ കൂടെ യാത്ര ചെയ്യുന്നു. അദ്ദേഹം അച്ഛനെ ഒരു ഫാമിംഗ് ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നിന്റെ അനിയൻ എവിടെയാ എന്ന് അച്ഛനും ഒന്നും അറിയാത്തതുപോലെ ആ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്നു. അതിന് ഹീറോ പറയുന്നുണ്ട്, അനിയൻ എങ്ങനെ അച്ഛൻ ഇവിടെ വരും? നേരത്തെ തന്നെ അച്ഛൻ അവനെ കൊന്നില്ലേ, നിങ്ങളെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇത് കേട്ട് അച്ഛൻ ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അച്ഛൻ വളരെ മോശമായ ഒരാളാണെന്ന് എനിക്കറിയാം, മരിക്കുന്നതിന് മുന്നേ അത് അച്ഛനോട് പറയാമെന്ന് കരുതി. ഇത്രയും പറഞ്ഞ് ഹീറോ അച്ഛനെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ്റെ കഥയും അവിടെ തീരുകയാണ്. ആ സ്ഥലത്ത് എന്തോ ഫയർ ആക്സിഡന്റ് ഉണ്ടായതുപോലെ അദ്ദേഹം സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു. അതേസമയം മീഡിയയോട് ആനന്ദിനെ കുറിച്ച് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ആനന്ദിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ലീഗലായി ഒരുപാട് പ്രശ്നങ്ങൾ ആനന്ദിന് വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. കൃത്യമായി ആനന്ദിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെയാണ് ഈ സിനിമയുടെ കഥ അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെയ്ത ഹീറോ വീട്ടിലേക്ക് വരികയാണ്. വൈഫ് ഇദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വൈഫിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീട്ടിൽ വന്ന് ബെഡിലിരുന്ന ഉടനെ വൈഫ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഫീൽ ചെയ്ത് കരയാണ്. അതായത് അനിയൻ മരിച്ചുപോയ വിവരം വൈഫ് മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ 3 പേരും സങ്കടപ്പെട്ടിരിക്കുന്നതായി കാണിച്ച് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.